ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്നലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന പോളിംഗ് പൂർത്തീകരിച്ചു. തെരഞ്ഞെടുപ്പിന് ശേഷം എക്സിറ്റ് പോൾ സർവേകൾ പുറത്തു വന്നിട്ടുണ്ട്. ദേശീയ മാധ്യമങ്ങളും അതുപോലെ തന്നെ സംസ്ഥാനത്തെ നിരവധി മാധ്യമങ്ങളും അത്തരമൊരു സർവേ ഫലം പുറത്ത് വിട്ടു. ഭൂരിപക്ഷം സർവേകളും NDA മുന്നണിക്ക് ഭൂരിപക്ഷം ലഭിക്കും എന്ന നിലയിലാണ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ ദേശീയ രാഷ്ട്രീയത്തിൽ NDA മുന്നണി വീണ്ടും അധികാരത്തിൽ വരും എന്ന ഒരു ശുഭാപ്തി വിശ്വാസം അവർ പ്രകടിപ്പിക്കുമ്പോൾ തന്നെയും എല്ലാ മാധ്യമങ്ങളിലും നമ്മൾ കാണുന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ശക്തമായൊരു എതിർപ്പ് അല്ലെങ്കിൽ രാജ്യവ്യാപകമായി BJP ഉയർത്തിക്കൊണ്ടുവന്ന അവരുടെ അജണ്ടയ്ക്കെതിരായി ശക്തമായൊരു പ്രതിരോധം രാജ്യത്ത് നമുക്ക് കാണാൻ കഴിയും. കേരളത്തിലേക്ക് എത്തുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് പ്രമുഖ ചാനലുകൾ പുറത്തുവിട്ടിട്ടുള്ളത് ഇവിടെ ഇടതുപക്ഷത്തിന് സമ്പൂർണ്ണമായ പരാജയമുണ്ടാകും എന്ന നിലയിലാണ്. അതുമാത്രമല്ല, നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തുന്നത് BJPക്ക് 1 മുതൽ 3 വരെ സീറ്റുകളിൽ അവർക്ക് വിജയമുണ്ടാകും എന്ന നിലയിലും പ്രവചിച്ചിരിക്കുന്നു. ഈ പ്രവചനത്തിൻ്റെ ഒരു രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കുന്നത്, ദേശീയ രാഷ്ട്രീയത്തിൽ BJPക്ക് വീണ്ടും അധികാരമുണ്ടാകും എന്ന് പ്രവചിക്കുന്നത് പോലെ തന്നെ കേരളത്തിൽ BJPക്ക് ഒരു അക്കൗണ്ട് തുറക്കുവാനുള്ള സാധ്യത ഉണ്ടാകും എന്നത് കൂടി പ്രതിഫലിപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അടിസ്ഥാനപരമായി കേരളത്തിൽ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന മാധ്യമങ്ങളാണ് അത്തരമൊരു സർവേ ഫലം പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം, 2ാം പിണറായി ഗവൺമെൻറ് കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്ന് പ്രവചിച്ച നിരവധി മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. പക്ഷേ 2ാം പിണറായി ഗവൺമെൻറ് കേരളത്തിൽ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരികയുണ്ടായി. 1ാം പിണറായി ഗവൺമെൻറ് വരുമ്പോഴും ഇതേ സമീപനം തന്നെ സ്വീകരിച്ചിരുന്നു. വീണ്ടും UDF ഭരണം വരും, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഒരു ഗവൺമെൻറ് ഉണ്ടാകുമെന്ന് പോളിംഗിന് ശേഷം വോട്ടർമാരെ അഭിമുഖം നടത്തി, സാമ്പിൾ സർവേ നടത്തി ഉണ്ടാക്കിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവചിച്ചിരുന്നു. അത് തെറ്റി. 2ാം പിണറായി ഗവൺമെൻറ് വരില്ല എന്ന് പറഞ്ഞത് തെറ്റി. ഇപ്പോൾ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു തരത്തിലുമുള്ള സാധ്യത ഉണ്ടാവില്ല എന്ന പ്രവചനത്തിലേക്ക് അവരെ കൊണ്ട് എത്തിക്കുന്നതിൻ്റെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം നമ്മൾ തിരിച്ചറിയണം. മറ്റൊന്ന്, BJPക്ക് ഒരു എഡ്ജ് കൊടുക്കുകയാണ്. BJPക്ക് കൊടുക്കുന്ന എഡ്ജ് എന്ന് പറയുന്നത് മുൻപൊരിക്കലും നമ്മൾ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വിചിത്രമായ വാദഗതികളാണ് BJPക്ക് അനുകൂലമായി ഈ സർവേ ഫലങ്ങളിൽ നിരത്തുവാൻ അവർ ശ്രമിച്ചിട്ടുള്ളത്. നമുക്ക് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന നമുക്ക് ഏതൊരാൾക്ക് മനസ്സിലാവും, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിലും മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJP വിരുദ്ധമായ, BJP രാജ്യവ്യാപകമായി ഉയർത്തുന്ന അവരുടെ വർഗീയ അജണ്ടയ്ക്കെതിരെ ചിന്തിക്കുന്ന മനസ്സാണ് കേരളത്തിനുള്ളത് എന്ന് പല ഘട്ടങ്ങളിലായിട്ട് തെളിയിച്ചിട്ടുണ്ട്. BJP ഇപ്പോൾ BJP വിജയിക്കുമെന്ന് പറയുന്ന മണ്ഡലങ്ങൾ ഒഴിച്ചുള്ള മണ്ഡലങ്ങളുടെ സ്ഥിതി എന്താ? അവിടെ എല്ലാം BJP നിർജീവമായിരുന്നു. എറണാകുളം പാർലമെൻറ്റ് മണ്ഡലം എടുത്ത് പരിശോധിച്ചാൽ BJPയുടെ എറണാകുളം പാർലമെൻറ്റിലെ പ്രവർത്തനങ്ങൾ വളരെ നിർജീവമായ പ്രവർത്തനമായിരുന്നു. എറണാകുളം മാത്രമല്ല, നിരവധി മണ്ഡലങ്ങൾ നമുക്കത് കാണാൻ കഴിയും. പേരിനൊരു സ്ഥാനാർത്ഥി മത്സരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് വളരെ കോമഡി കഥാപാത്രങ്ങളെ പോലും തെരഞ്ഞെടുപ്പിനകത്ത് കൊണ്ടുവരുന്ന സ്ഥിതി. അപ്പോൾ ഇതെല്ലാം നമ്മൾ കാണുന്നത് BJP ഗൗരവത്തോടുകൂടി കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചിട്ടില്ല. എന്നാൽ അഭിമുഖീകരിച്ചു എന്നവർ പറയുന്ന തിരുവനന്തപുരവും തൃശ്ശൂരും പോലുള്ള ജില്ലകളിൽ തന്നെയും അവരുടെ സ്ഥാനാർത്ഥികൾക്കെതിരായിട്ടുള്ള വലിയൊരു വികാരം അവിടെ രൂപപ്പെടുകയുണ്ടായി. തിരുവനന്തപുരം സ്ഥാനാർത്ഥി നൽകിയിട്ടുള്ള മറ്റേ സത്യവാങ്മൂലം തെറ്റാണെന്ന് തെളിഞ്ഞിട്ട് പോലും അയാളുടെ സ്വത്ത് വിവരം മറച്ചു വെച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പാകെ കൊടുത്ത വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷാപാതപരമായി പെരുമാറുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെയെല്ലാം വെള്ളപൂശുന്ന സമീപനത്തിലേക്ക് പോയി. രാജ്യത്തെ പ്രധാനമന്ത്രി ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ
ലംഘിച്ചുകൊണ്ട് നടത്തിയ പ്രചാരവേലയ്ക്കെതിരെ ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികളും മറ്റു പാർട്ടികളെല്ലാം പരാതി നൽകിയിട്ട് പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനെ തൊടുന്നില്ല. അപ്പോൾ ബി ജെ പി വിജയിക്കുമെന്നവർ പറയുന്ന തിരുവനന്തപുരവും തൃശ്ശൂരും 2 മണ്ഡലങ്ങളിലും അവരുടെ കാൻഡിഡേറ്റിനെതിരായി ഉയർന്നിട്ടുള്ള വികാരമുണ്ട്. അവിടെ ഇടതുപക്ഷ രാഷ്ട്രീയവും അതുപോലെ തന്നെ കോൺഗ്രസും കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയവും ഇതെല്ലാം വെച്ച് പരിശോധിക്കുമ്പോൾ ഒരു ബി ജെ പി അനുകൂല സാധ്യത ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. അതുകൊണ്ട് ഈ സർവേ ഫലം തികച്ചും അടിസ്ഥാനരഹിതമാണ്. മറിച്ചായിരിക്കും രാജ്യത്ത് സംഭവിക്കാൻ പോകുക. ബി ജെ പിക്കെതിരായ വലിയൊരു വിധിയെഴുത്ത് രാജ്യത്തുണ്ടാകും. കേരളത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി വലിയൊരു മുന്നേറ്റം ഇടതുപക്ഷത്തിന് കേരളത്തിൽ നടത്താൻ കഴിയും എന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്.